ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഈ ട്രംപ് കാരണം നമ്മളെല്ലാവരും പെട്ടിരിക്കുകയാണല്ലേ. പോർട്ട്ഫോളിയോയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. നിഫ്റ്റി താഴേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,350 അടുപ്പിച്ച് വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു 24,000 വരാനുള്ള സാധ്യതയുണ്ടല്ലേ. സപ്പോർട്ട് എന്ന് പറയുന്നത് 23,850 പക്ഷെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് മാർക്കറ്റ് താഴെ പോകാത്തതിന് കാരണം എന്താണെന്നറിയോ? ഒരു സ്ഥിരതയില്ലാത്ത ട്രംപ് ഈ തീരുമാനവും മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രീൻ ക്യാൻഡിലുകൾ. ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു, ഇന്നത് റെഡായി. നിലവിലുള്ള 50% തീരുവയ്ക്ക് പുറമേ ഇനിയും തീരുവ ഉയർത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് എടുത്തു മാറ്റാതെ പുള്ളിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. കലിപ്പുകൊണ്ട് ചിലപ്പോൾ പുള്ളി തീരുവ ചിലപ്പോൾ ഒരു ശകലം കൂടി ഉയർത്തിയേക്കാം, മാർക്കറ്റ് കുറച്ച് താഴേക്ക് പോയേക്കാം. എന്നാൽ അൾട്ടിമേറ്റ്ലി ഇന്ത്യയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, ട്രംപിനും കഴിയില്ല. ഇയാൾ ഈ താരിഫ് ഉയർത്തിയതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട് കുറച്ച് കുറയും, അത് സത്യമാണ്. ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ അനുസരിച്ചിട്ട് പല അമേരിക്കൻ കമ്പനികളും നമ്മുടെ പ്രോഡക്റ്റുകൾ ഒരു അറിയിപ്പുണ്ടാകുന്നവരെ കയറ്റി അയക്കേണ്ട എന്നുള്ള മെയിലും ഫാക്സും ഒക്കെ വിടുന്നുണ്ട്. സോ നമ്മുടെ എക്സ്പോർട്ട് കുറയും, അത് നമ്മുടെ GDPയെ ബാധിക്കും. GDP ചിലപ്പോൾ ഒരു 2% താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്നാൽ പോലും അത് അമേരിക്കൻ GDPനെ കഴിഞ്ഞും ബെറ്ററാണ്, ചൈനയെ കഴിഞ്ഞും ബെറ്ററാണ്, റഷ്യനെ കഴിഞ്ഞും ബെറ്ററാണ്. അയാൾ പറഞ്ഞ ഡെഡ് എക്കണോമി എന്നല്ലേ, അയാളുടെ എക്കണോമിനെ കഴിഞ്ഞും എത്രയോ ഉയരത്തിലാണ് നമ്മുടെ GDP. ഇയാൾ ഇന്ത്യനെ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പിടിക്കാനൊരു കാരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നേരത്തെ ചൈനയായിരുന്നു, ഇപ്പോൾ ഏതാണ്ട് ചൈനയും ഇന്ത്യയും തുല്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യയാണ് കുറച്ച് മുന്നിൽ എന്ന് പറയാം. ചൈനയും ഇന്ത്യയും കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ 2 രാജ്യങ്ങൾ, അതിൽ തന്നെ യുവത്വം വളരെയധികം കൂടുതലുള്ള ഇന്ത്യ മഹാരാജ്യം, ഇവരുടെ കൂടെ റഷ്യ കൂടി കൂടുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബ്രിക്സ് രാജ്യങ്ങൾ കൂടുന്നു. ബ്രിക്സിന് പുറത്തുള്ള രാജ്യങ്ങൾ പോലും ബ്രിക്സ് സഖ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ G7 കൂടുതലാണ് ബ്രിക്സിന്. G7 $45 ട്രില്യൺ ആണെങ്കിൽ ബ്രിക്സിൻ്റേത് $60 ട്രില്യൺ. ലോകം 2 ചേരിയായിട്ട് മാറിയെന്ന് കരുതിക്കോളൂ. അമേരിക്കയുടെ കൂടെ ഒന്ന്, അതിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അമേരിക്കയിലുള്ളവർക്ക് പോലും ഇയാളെ ഇഷ്ടമല്ല. അവിടെയുള്ള മാധ്യമങ്ങൾ മാത്രമല്ല, ഇയാളുടെ മിനിസ്ട്രിയിലുള്ള അംഗങ്ങൾ വരെ ഇന്ത്യയെ ഒരു കാരണവശാലും പിണക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മാധ്യമങ്ങൾ പറയുന്ന വേറെ, മറ്റ് രാജ്യങ്ങൾ പറയുന്ന വേറെ. പുള്ളിക്ക് ഒള്ളി ബിസിനസ് മാത്രമേ ചിന്തയുള്ളൂ. ഇന്ത്യ പുള്ളി പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് പുള്ളി ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ പുള്ളിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തില്ല. ചുളുവിൽ ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു, അത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഒരു യുദ്ധം നടന്നു 2 രാജ്യങ്ങൾ തമ്മിൽ, അത് നിർത്താനായിട്ട് പുള്ളി ഇടപെടുന്നു. അത് ലോകം മൊത്തം അറിയണം. ഇപ്പോൾ ഒരു സാധ്യതയായി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇത് തന്നെ, പുള്ളി ഇടയ്ക്ക് ഇടപെടുന്നു. എന്നാൽ പോലും സീസ് ഫയർ തുടങ്ങിയതിന് ശേഷം ഇറാനിലേക്ക് നെതന്യാഹു മിസൈൽ അയച്ചെന്നും പറഞ്ഞ് പുള്ളിനെ തെറി പറഞ്ഞ ആളാണ് ട്രംപ്. അതിൻ്റെ ഒരു കലിപ്പ് നെതന്യാഹുവിനും ഉണ്ട്. പുള്ളി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയാണ്. പുള്ളി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ ഇന്ത്യയുടെ കൂടെയാണ്. 8ൻ്റെ പണി കിട്ടിയിട്ടുള്ള ബ്രസീൽ 50% താരിഫ് ബ്രസീലിൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പുള്ളി മറന്നുപോയി, ബ്രിക്സ് സ്ഥാപിച്ചത് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്നാണ്. സോറി, അന്നേരം ബ്രിക്സ് എന്നല്ല കേട്ടോ പേര്, അന്നേരം ബ്രിക്ക് എന്നാണ് പേര്. 4 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി, അങ്ങനെയാണ് ഒരു എസ്സും കൂടെ വന്നിട്ട് ബ്രിക്സ് ആയത്. 2006 ബ്രിക്സ് സ്ഥാപിക്കുന്നത്. GDPയുടെ കാര്യത്തിൽ അമേരിക്കയുടെ G7 മുന്നിലാണ് ബ്രിക്സ്. ഇയാളിതൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഈ ബ്രിക്സിലിപ്പോൾ ഈ 4 രാജ്യങ്ങൾ മാത്രമല്ല ഉള്ളത്. അർജൻറ്റീന, ഈജിപ്ത്, ഇറാൻ, എത്തോപ്യ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ കൂടിയുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു കറൻസി അങ്ങ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഡോളർ താഴെ കിടക്കും. ഇപ്പോൾ തന്നെ സാമ്പത്തിക ശക്തിയിൽ അമേരിക്കയ്ക്ക് മുകളിലാണ് ബ്രിക്സ്. G7 എന്ന് പറയുമ്പോൾ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഇത്രയും രാജ്യങ്ങളാണുള്ളത്. 7 രാജ്യങ്ങൾ. ബ്രിക്സിൽ 11 രാജ്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയിട്ടുള്ള ഇന്ത്യയും ചൈനയും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുമുണ്ട്. ജനസംഖ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യയിൽ അമേരിക്കയുടെ കുറേ വേസ്റ്റ് പ്രോഡക്റ്റുകൾ, എന്താ ജനിതകം മാറ്റം വരുത്തിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ വിൽക്കാനായിട്ടാണ് പുള്ളി ശ്രമിച്ചത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടെ വിൽക്കാൻ നോക്കിയതിന് കാരണം ഇവിടുത്തെ ജനസംഖ്യ കണ്ടിട്ടാണ്.
പക്ഷേ അത് നടക്കൂല. അതിന് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ താരിഫ്. നമ്മൾ കുറച്ച് പുറകോട്ട് പോയേക്കാം, അത് ടെമ്പററി മാത്രമാണ്. അതിന് മുമ്പ് ഈ പുള്ളി ഈ താരിഫ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്പർ 1 എന്നുള്ള സ്ഥാനമൊക്കെ ചിലപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. കാരണം 2 പേര് ഇപ്പോൾ റഷ്യയിലേക്ക് പോയി. അജിത് ഡോവൽ ആദ്യം പോയി, രണ്ടാമത് ശിവശങ്കറാണ്. അജിത് ഡോവൽ പോയത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രതിരോധം, കുറച്ച് ബ്രഹ്മോസ് മിസൈലുകൾ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതുകൂടാതെ S-400, പിന്നെ വിമാനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ F-35 അമേരിക്കയുടെ വിമാനം വേണ്ടെന്ന് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ബോയിങ് വിമാനം, അത് എത്ര 6 ബോയിങ് വിമാനത്തിന് നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചു, ക്യാൻസൽ ചെയ്തു. 35 ഓൾറെഡി വേണ്ടാന്ന് പറഞ്ഞു. അതിനെ കഴിഞ്ഞ് സൂപ്പർ സാധനം റഷ്യയുടെ കയ്യിലുണ്ട്, അത് ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി ഇന്ത്യയിലേക്ക് വന്ന് മോദിയും പുടിനും കൂടിയാണ് ചൈനയിലെ മുതലാളിനെ കാണാൻ പോകുന്നത്. ഷി, ചൈനീസ് പ്രസിഡന്റ്. റഷ്യയും നോർത്ത് കൊറിയയും ബൈ ബൈ എന്നറിയാലോ, ചൈനയും ബൈ ബൈ ആണ്. മാത്രമല്ല ഇറാനും മാനസികമായിട്ട് നമ്മുടെ കൂടെയാണ്. അതുപോലെ തന്നെ ഈ ബ്രിക്സ് അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. ബ്രസീലിനെതിരെ നമ്മളെപ്പോലെ തന്നെ 50% തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പുള്ളിയുടെ പ്രസിഡന്റ് അലറി. പുള്ളി ഇപ്പം ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കനെ ഒന്ന് ചൊടിപ്പിക്കാനായിരിക്കും, വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ പോലും ബ്രിക്സ് കൂട്ടായ്മ വളരെയധികം ശക്തി പ്രാപിച്ചു വരികയാണ്. കാര്യം പറഞ്ഞാൽ ചൈനയെ നമുക്ക് വിശ്വസിച്ചുകൂടാ, എപ്പോൾ വേണേലും കാല് മാറും. പക്ഷേ അമേരിക്ക ചൈനയുടെ ശത്രുവാണ്. ചൈനയ്ക്കിട്ടാണ് ഏറ്റവും ആദ്യം പുള്ളി കൊട്ടിയത്. പണ്ട് തൊട്ടേ ചൈനയും അമേരിക്കയും തമ്മിൽ കണ്ടുകൂടാം. അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമാക്കിയിട്ട് ചൈന ഇന്ത്യയോട് അടുത്തുകൊണ്ടിരിക്കുക. അവർ കറക്റ്റ് കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. അവർക്ക് അമേരിക്കനെ പേടിയൊന്നുമില്ല. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്തിന് അവകാശമില്ല എന്ന് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പരസ്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. മോദി ഈ മാസം ലാസ്റ്റ് പുറപ്പെടുന്നുണ്ട്, ചൈനയ്ക്ക് പോകുന്നുണ്ട്. കുറേ വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം, അത്രയും കണ്ടാൽ മതി. അപ്പം നമ്മൾ അവരെ നമ്പാൻ പോകണ്ട, അവർ നമ്മളെയും നമ്പണ്ട. അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെയും നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെയും വിൽക്കാലോ. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്, അമേരിക്കയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ബഹിഷ്കരിച്ചാൽ, അറിയാലോ, പണ്ട് ചൈനയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ബഹിഷ്കരിച്ചതാണ്. അതേപോലെ അമേരിക്കയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചാൽ കുറച്ചുകൂടി പണി കിട്ടും. നിലവിൽ ഈ ഒരു യൂണിറ്റ് കാണുമ്പോൾ, അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ യൂണിറ്റ് കാണുമ്പോൾ ട്രംപിൻ്റെ കൂടെയുള്ളവർ എങ്കിലും ട്രംപിനെ പിന്തിരിപ്പിക്കും. കാരണം നമ്മൾ യൂണിറ്റ് കൂടുന്നത് ഡോളറിനൊട്ടും നല്ലതല്ല. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായിട്ട് ഒരു കറൻസി വികസിപ്പിച്ചില്ലെങ്കിൽ പോലും സൗദി അറേബ്യയുടെ ഒക്കെ കറൻസി നമ്മൾ ട്രേഡിനായിട്ട് ഉപയോഗിച്ചാൽ നിലവിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ റുപ്പിയും റൂബിളും അങ്ങനെ നമ്മുടെ കറൻസി ഉപയോഗിച്ചിട്ടാണ്, ഡോളറല്ല. ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക കറൻസി ആയിട്ട് സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും, ഇനി രൂപേനൊന്നും ആക്കിയാലായിരിക്കും ഓക്കെ, എന്നാൽ പോലും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസി ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡുകൾ ഈ കറൻസിയിലാണ് നടക്കുള്ളൂ. ഡോളറിൻ്റെ മൂല്യം ഇടി. പുള്ളി താരിഫ് ഉയർത്തി എന്നതുകൊണ്ട് ഇന്ത്യ അങ്ങോട്ടൊന്നും ഇല്ലാതായി പോകുന്നില്ല. അവസാനം പുള്ളിക്ക് തന്നെ ഇത് പിൻവലിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം ഒരു 50 വർഷമായിട്ടുള്ള സൗഹൃദമാണ് അമേരിക്കയായിട്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അമേരിക്കനെ ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചുകൂടാ. ചൈനയിലൊക്കെ വന്നിട്ട് ഭയങ്കര ഷോയാണ് കാണിച്ചേക്കുന്നത്. എന്നാൽ പോലും ഞാൻ കരുതുന്നത് ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ താരിഫ് ഉയർത്തിയാൽ നമ്മുടെ GDP കുറച്ച് നാളത്തേക്ക് താഴെ പോകുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കനോടുള്ള ദേഷ്യമാണ്, ഈ ട്രംപിനോടുള്ള ദേഷ്യമാണ്. 3.5 വർഷം ഇനി ട്രംപ് അധികാരത്തിലുണ്ട്. പുതിയതായിട്ട് വരുന്ന ഒരു പ്രസിഡൻറ്റും ഇതേപോലത്തെ ഒരു പണി കാണിക്കില്ല. ഇതിനു മുമ്പ് ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ട്രംപാണ് കാണിക്കുന്നത്. ഈ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും, ഇപ്പം നാറ്റോയിൽ പോലും ട്രംപിനെ കണ്ടുകൂടാ. നിവൃത്തികേട് കൊണ്ട് അവർ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ ലോകത്തുള്ള രാജ്യങ്ങളെയൊക്കെ പിണങ്ങിയിട്ട്, അതും വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ പിണക്കിയിട്ട് അമേരിക്കയ്ക്കോ ട്രംപിനോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ആയുധങ്ങൾ, അവരെ കഴിഞ്ഞ നല്ല ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുമുണ്ട്. ഞാൻ 6 വിമാനങ്ങളുടെ ഓർഡർ റദ്ദാക്കി എന്ന് പറഞ്ഞാൽ 6 ബോയിങ് വിമാനങ്ങളാണ്. $360 കോടി, ഏതാണ്ട് 2624 കോടി രൂപയുടെ ഓർഡറാണ്. അത് വലിയൊരു സംഭവമൊന്നും അല്ല അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് റദ്ദാക്കാൻ കാണിച്ച, വേണ്ടാന്ന് പറയാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗാണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓർഡർ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഈ ട്രംപിന് പണം ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. അതായത് ഈ ബോയിങ് വിമാനത്തിന് ഇവർ വീണ്ടും പൈസ കൂടുതൽ ചോദിച്ചു, ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞു. അതുകൊണ്ട് ഇനിയും കുറേ തോടി തരണം, എന്നാലേ വിമാനം തരുള്ളൂ, നിങ്ങളുടെ വിമാനം വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നാൾ കൂടി മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി പോയിരിക്കുന്ന കൈ വെച്ച് നോക്കുമ്പോൾ വലിയ ഡൗണൊന്നുമല്ല. സാധാരണഗതിയിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാവുന്ന ഒരു കർഷം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളൂ. കുറച്ചും കൂടി താഴേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ അയാൾ തീരുമാനം പിൻവലിക്കണം. കാരണം ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദ രാജ്യത്തെയാണ്
പുള്ളി ശത്രുവാക്കുന്നത്. അതുകൊണ്ട് കൂടി നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുക്കുന്നത് ഒരു വലിയ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു വലിയ യൂണിറ്റിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്ക് അത്ര നല്ലതാവില്ല. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിലും വലിയ സംഭവം വന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഇന്ത്യയുടെ കുതിപ്പിനെ ജസ്റ്റൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യാൻ മാത്രമാണ് ഇയാളുടെ ഈ ഒരു ഓർഡറിന് കഴിയുള്ളൂ. അല്ലാതെ അത് നിർത്താനോ ഇല്ലാതാക്കാനോ പുള്ളിയെന്നല്ല ഇപ്പോൾ ലോകത്ത് ആര് വിചാരിച്ചാലും നടക്കില്ല. മറ്റ് രാജ്യങ്ങളത് വിചാരിക്കാൻ പോകുന്നുമില്ല. കാരണം മാൻ പവറിൽ നമ്മൾ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ യൂത്തിൻ്റെ പോപ്പുലേഷനിൽ വളരെ ഫാസ്റ്റായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ. ചെറുതായിട്ട് പുള്ളിക്കൊന്ന് തടയാനായിട്ട് സാധിച്ചു എന്ന് വെച്ച് നിൽക്കില്ല. ഇതിലും നല്ല രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുക തന്നെ ചെയ്യും. കൂടിപ്പോയാൽ GDPയിൽ ഒരു ചെറിയ ഡൗൺ ഉണ്ടാവും. അത് നമ്മളങ്ങ് സഹിക്കും. വേറെ എന്തെങ്കിലും കാരണം വന്നാലും ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാലും ഈ ഡൗൺ വരാമല്ലോ, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. പക്ഷേ അതിനുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പുള്ളിയുടെ തീരുവയും മറ്റുമൊക്കെ പിൻവലിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അതൊരു വലിയൊരു ശത്രുതയിലേക്ക് മാറും. അങ്ങനെ നമ്മളുമായിട്ട് ശത്രുത ഉണ്ടായാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അമേരിക്കയ്ക്ക് തന്നെയാണ് അതിൻ്റെ കേട്. ഇതിനു മുമ്പ് എത്രയോ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഇയാൾ വന്നതിൽ പിന്നെയാണ്. ഇയാളെ ഒരു മനുഷ്യന് കണ്ടുകൂടാ. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ അമേരിക്കൻ പാർട്ടി എന്ന് കണ്ടു പറഞ്ഞിട്ട് ഇലോൺ മസ്ക് ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തായെന്ന് അറിയത്തില്ല. ഇലോൺ മസ്കിനെ നാട് കടത്താൻ നോക്കിയ പുള്ളിയാണ്. ഞാൻ ആ കഥയിലേക്ക് കിടക്കുന്നില്ല. കാരണം ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ അമേരിക്കയുടെ പല ഉപഗ്രഹങ്ങളും ആകാശത്തില്ല. ഇപ്പോഴും നാസ ഉപഗ്രഹ വിക്ഷേപത്തിന് ശക്തമായ റോക്കറ്റുകൾ എടുക്കുന്നത് സ്പേസ് എക്സിൽ നിന്നാണ്. എന്തായാലും അതെല്ലാം പോട്ടെ. ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ബിസിനസ്സുകൾ വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ 4-5 കമ്പനികൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടാം. പുതിയ കമ്പനികളാണ്, 2-3 പഴയ കമ്പനികളും ഉണ്ട്. മൊത്തത്തിൽ ഇന്ന് ഒന്ന് സോർട്ട് ചെയ്യുമായിരുന്നു. മാർക്കറ്റ് താഴെ പോകുന്നൊന്നും ഈ കമ്പനികൾക്ക് ബാധകമല്ല കേട്ടോ, ഇതുങ്ങൾ കയറി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉടനെ ഇടാം. പിന്നെ അമേരിക്കനെ കണ്ടിട്ടൊന്നുമല്ല ഇന്ത്യ ജീവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നം വരുമായിരുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെയൊന്നും നിൽക്കേണ്ടതല്ല. ഇത് സാധാരണ നോർമലി വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കറക്ഷൻ പോലെ മാത്രമാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും മാർക്കറ്റ് തിരിച്ച് കയറാനായിട്ട് പല ദിവസങ്ങളിൽ നോക്കി അറിയാം. ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയിൽ. ഇപ്പം തിരിച്ച് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡൗണുകളിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ETF-കളിൽ ചെയ്യാമല്ലോ. കമ്പനികൾ ചെയ്യാൻ പേടിയുള്ളവർ ചെയ്യേണ്ട. നിഫ്റ്റി 50 പോലെയുള്ള ETF-കളിൽ അല്ലേ, നിഫ്റ്റി ബീസ് പോലെയുള്ള ETF-കളിൽ ചെയ്യാം. നിഫ്റ്റി ബീസ് ഉണ്ട്, നെക്സ്റ്റ് 50 ഉണ്ട്, മിഡ് 150 ബീസ് ഉണ്ട്, മൊമെൻറ്റത്തിൻ്റെ കുറേ ETF-കൾ, ആൽഫ ETF ഒരുപാടുണ്ട്. മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ എന്തായാലും തിരിച്ചു കയറുമല്ലോ. അപ്പോൾ അതിൽ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകാർ ഒന്നും പേടിക്കേണ്ട. SIP നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ അഡീഷണൽ മടി കൂടി SIPയിലേക്ക് പമ്പ് ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പോൾ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും? ഇതധികമൊന്നും നീണ്ടു നിൽക്കില്ല. ഓൾറെഡി എന്താണ് സംഭവിച്ചതെന്ന് മാർക്കറ്റിന് അറിയാം. മാർക്കറ്റ് അതിൻ്റെ കറക്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ തിരിച്ചു കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് ഉടനെ തിരിച്ചു കയറരുത്. ഒരു 24,000 ഒക്കെ കണ്ട്, പറ്റുമെങ്കിൽ ഒരു 23,000 കണ്ട്. പക്ഷേ 24,000 കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 23 കാണാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മുടെ കയ്യിലല്ലോ, നമുക്കറിയില്ല. ഞാൻ പറയുന്ന അവിടെയൊക്കെ ഒന്ന് കണ്ടു പോകുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ല രീതിയിൽ നടത്താം. ഓരോ റൗണ്ട് എത്തുമ്പോഴും, അതായത് 24,000 എത്തുമ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡീഷണൽ നടത്തുക. SIP കൂടാതെയാണ് ഞാൻ പറയുന്നത്. 23,000 എത്തിയാൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡീഷണൽ നടത്തുക. അതൊക്കെ തന്നെ മതി. അവിടെയൊക്കെ എത്താൻ സാധ്യത കുറവാണ്. അല്ലാതെ അധികം പാനിക്കാകേണ്ട കാര്യമൊന്നുമില്ല. വേറെ എന്തെങ്കിലും കാര്യം വന്നാലും ഈ കറക്ഷൻ, ഇപ്പോൾ ലോകത്ത് വേറെ യുദ്ധം സംഭവിച്ചാലും ഇതേപോലെ ഒരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത്രയും കണക്ക് കൂട്ടിയാൽ മതി. എന്തായാലും നിഫ്റ്റി അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 2000 പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം കേട്ടോ, കറക്റ്റ് 2000 എത്തിയിട്ടില്ല. കഴിഞ്ഞ കറക്ഷനിൽ 4000 പോയിൻറ്റ് വരെയാണ് നിഫ്റ്റി താഴേക്ക് പോയത്. 4000 അല്ല, 4000-നെയും കുറച്ചും കൂടെ താഴേക്ക് പോയായിരുന്നു. ഏതാണ്ട് ഹൈ ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പുള്ളിയുടെ ഈ ഒരു പ്രസ്താവന. അപ്പോൾ ഇതും കൂടെ ഇന്ന് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഹൈ ബ്രേക്ക് ചെയ്യാനും മതി. എന്തായാലും ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് 600 പോയിൻറ്റിൻ്റെ അകലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഹൈ. ഇയാളുടെ ഈ ഒരു ഭ്രാന്തൻ നയം കാരണം അത് കുറച്ച് താഴേക്ക് പോയി. സാരമില്ല. അങ്ങനെ പേടിച്ച് മാറാനാണെങ്കിൽ അതിനെ സമയം കാണൂ. പേടിച്ചിട്ട് പുള്ളീനെ അനുസരിക്കാനും പോകുന്നില്ല. ഒരിക്കൽ അനുസരിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അനുസരിക്കേണ്ടി വരും. ഏതോ ഒരു പ്രസിഡന്റ് പറഞ്ഞല്ലോ, ചൈനക്കാരനാണെന്ന്, ആ ചൈന പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് തൂമ്പ വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആ പ്രദേശം മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനത്തെ ടീമാണ് ട്രംപെന്ന്. അതായത് ഒരു രാജ്യത്തിലെ ആൾക്കാർക്ക്, ഇയാളുടെ രാജ്യത്തിലെ അവർക്ക് പോലും കാണത്തില്ല, പുള്ളിനെ കാണത്തില്ല. പിന്നെ കുറേ കോർപ്പറേറ്റുകളുണ്ട് പുള്ളിയുടെ രാജ്യത്ത്, അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ കമ്പനികളും നല്ല നല്ല ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇയാൾ വിചാരിച്ചാൽ ഇയാളെ കണ്ടിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കുറച്ച് താഴേക്ക് പോകുന്നുള്ളത് നമ്മളങ്ങോട്ട് സഹിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.